அதை எழுத நினைக்கையில் வார்த்தை முட்டுது. அதேதான் பிரமாதம். கவிதை கவிதை படி. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது சென்றேனே. எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ഒരുപാട് സജഷൻ വന്നിട്ടുള്ള ഒരു സോങ് ആണ്. നമ്മൾ യൂഷ്വലി ഇപ്പോൾ സീൻ റിയാക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കമന്റ്സ് എല്ലാ വീഡിയോയിലും നമ്മൾ കാണാറുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമുക്കറിയാം, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതോടെ ഗുണ കേവ് അങ്ങോട്ട് പ്രശസ്തി ഒന്നും കൂടി ആർജിച്ചിരിക്കുകയാണ്. ഗുണ കേവിന്റെ കൂടെ തന്നെ ഗുണ എന്ന് പറഞ്ഞ ഒരു മൂവിയും ഏകദേശം എഗെയിൻ രണ്ടാമതും മൂന്നാമതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അത് മാത്രമല്ല, അതിലെ പാട്ടുകളും ഭയങ്കര ഹിറ്റാണ്. കാരണം ആ ഗുണ മൂവി കഴിഞ്ഞതിന് ശേഷമാണ് ആ കേവിന് ഗുണ കേവ് എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗുണ മൂവിയില് കൺമണി അൻപോട് എന്ന് പറയുന്ന സോങ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ വിഷ്വലി ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസരം. ആൻഡ് ഇതിന്റെ ഡയറക്ടറെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പരിചയമുള്ള ഡയറക്ടർ അല്ല. പക്ഷേ ബാക്കി പാട്ടിന്റെ സംഭവങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് വലിയ വലിയ ആൾക്കാർ തന്നെയാണ്. ഇളയരാജ സാറിന്റെയാണ് മ്യൂസിക്, വാലിയുടെ ലിറിക്സ് ആണ്. അതുകൂടാണ്ട് കമൽ സാറും എസ് ജാനകി മാമും രണ്ടുപേരും കൂടിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് തന്നെ പോരെ ശരിക്കും. കാരണം വെച്ചാൽ വാലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വരികൾ നമ്മൾ പല സോങ് കേൾക്കുമ്പോൾ അതിന് ഭയങ്കര അർത്ഥമാണ്, ഭയങ്കര ഒരു കണക്ഷൻ ആണ് നമ്മുടെയൊക്കെ ലൈഫായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സംബന്ധം നോക്കാം. നേരെ റെഡി. കൺമണി അൻപോട് കാതലൻ. ഇതാ കേവാണോ? ആയിരിക്കും. நான் எழுதும் கடிதம் இல்ல கடிதமே இருக்கட்டும். படி. இவராണോ ഇതിനകത്ത് നായിക? കൺമണി അൻപോട് காதலன் நான் எழுதும் கடிதமே. பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினச்சி பார்க்கும்போது கவிதை மனசில் அருவி மாதிரி கொட்டுது. ஆனால் அதை எழுதணும்னு உட்காந்தா அந்த எழுத்து தான் வார்த்தை. உன்னை எண்ணி பார்க்கையில் கொட்டுது, அதான் அதை எழுத நினைக்கையில் வார்த்தை முட்டுது. அதேதான் பிரமாதம். கவிதை கவிதை படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதம். பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. எனக்கு உண்டான காயம் அது தன்னால ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு ஒண்ணுமே ஆவறதில்ல. இதையும் எழுதிக்க. நடுவில் நடுவில் மானே தேனே பொன்மானே இதெல்லாம் போட்டுக்கணும். பாரு,
எனக்கு என்ன காயம்னாலும் உன் உடம்பு தாங்கிடும், உன் உடம்பு தாங்குமா? தாங்காது பிராமி, பிராமி பிராமி. அதே எழுதணுமா? இது காதல். என் காதல் என்னன்னு சொல்லாம எங்க எங்க அழுகையா வருது. ஆனா நான் அழுது என் சோகம் ஒன்ன தாக்கிடுமோ அப்படின்னு நினைக்கும் போது வர்ற அழுக கூட நின்றுடுது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. മഞ്ഞുമൽ ബോയ്സിലുണ്ട് ഈ ഡയലോഗ് ട്രെയിലറിൽ. അதைയും താണ്ടി പുനിതമാണ് പുനിതമാണ് சாமியே நான் தானே தெரியுமா? சிவகாமியே சிவனில் நீயும் பாதியே, அதுவும் உனக்கு புரியுமா? சுபலாலி லாலியே லாலி லாலியே, அபிராமி லாலியே லாலி லாலியே, அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? உனக்கு புரியுமா? അതുകൊണ്ടായിരിക്കണം ആ ഒരു പേര് വീണത്. ഗുണാന്നുള്ളത് കാരണം എന്ന് വെച്ചാല് ഇത്രയും ഈ ഒരു മാസ്റ്റർ പീസ് സംഭവം കുറെ ആളുകൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ആ നോക്കിയ സമയത്തും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റ് ആയിട്ടില്ല ആ സമയത്ത് സിനിമ. അതായത് നമ്മള് വിക്കിപീഡിയയിൽ നോക്കിയ കാര്യമായിട്ടാ ഞാൻ പറയുന്നത്, എനിക്കറിയില്ല ഒറിജിനൽ ആയിട്ട് സംഭവം അറിയില്ല. പക്ഷെ കേട്ടിട്ടില്ല. കാരണം നമ്മളിപ്പോ മറ്റു പടങ്ങളൊക്കെ ഇല്ല, അതിപ്പോ ഏത് ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ഹിറ്റ് ആയിട്ടുള്ള പടമാണെങ്കിൽ നമ്മളെല്ലാരും അറിയും. പക്ഷെ ഈ മൂവിനെ പറ്റിയിട്ട് കേട്ടിട്ടും ഇല്ല. കമൽ സാറിന്റെ ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് അധികം പ്രതിപാദിച്ചായിട്ട് അറിയില്ല. സംഭവം വെച്ചാല് എനിക്ക് തോന്നുന്നു ക്രിട്ടിക്സിന് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. പക്ഷെ കമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടില്ല, കമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു സിനിമ. അതായത് ഒരു ആവറേജ് ഹിറ്റാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് കേട്ടോ, നമുക്കറിയില്ല. പക്ഷെ കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സിനിമ. അതെന്തായാലും സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സോങ്ങിലാണെങ്കിൽ ആ ഒരു ആർട്ട് ടച്ച് വല്ലാണ്ട് നമുക്ക് കാണാം. കമൽ സാറിന്റെ പെർഫോമൻസും ഭയങ്കര അവിടെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് എഴുതുന്നത് കേട്ടോ. അതാണ് ആ പറയുന്ന ലൈന് എന്താ പറയാ, അതുപോലെ ഒരു കവിത പോലെ അങ്ങനെ എഴുതുകയാണ്. എനിക്ക് തോന്നുന്നു ആർക്കും എഴുതുന്ന ഒരു സന്ദേശം പോലെ അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പം കാരണം എന്താ പറയാ, അത് തുടക്കത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ട് അവരുടെ തമ്മിലുള്ള ആ ഒരു റൊമാൻസ് കൂടി തോന്നുന്നുണ്ട്. അവരുടെ ഒരു ഭയങ്കര ഒരു കെമിസ്ട്രിയോടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പക്ഷെ ഇത് ആർക്കും വേണ്ടി എഴുതുന്ന പോലെയും തോന്നുന്നുണ്ട്. ആൻഡ് ഹൗ എങ്ങനെ വന്നു ഈ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എങ്ങനെ ആ കേവിൽ വന്നു, ആ ഒരു ലേഡി എങ്ങനെ ആ കേവിൽ വന്നു, എന്താ പറ്റിയത്, അതൊക്കെ വൈ ദേ ആർ നോട്ട് ഗോയിങ് ഔട്ട്, അങ്ങനത്തെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം അവിടെ നിന്ന് ഏകദേശം പോവാന്നുള്ളൂ, പക്ഷെ എന്താ പോവാത്തത്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണുന്ന ആ ഒരു സംഭവം മാത്രമായിരിക്കും. ചിലപ്പോ മേലോട്ട് കയറി പോകാനുണ്ടോ, ഇത് അടിയിലല്ലേ കാണിക്കുന്നത് ഏകദേശം. അതും ആവാം, അറിയില്ല. നമുക്ക് എന്തായാലും ഫുഡ് കിട്ടണേ അതെനിക്കറിയില്ല, സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് സജഷൻ വന്നോണ്ടിട്ടും പിന്നെ കുറെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ അടുത്ത് പറയേണ്ട ഇളയരാജ സാറിന്റെ മ്യൂസിക് തന്നെയാണ്. കാരണം ഭയങ്കര ഇങ്ങനെ ആ ഒരു ശരിക്കും അവസാനം തൊട്ട് ഒരു താരാട്ട് പാട്ടിന്റെ ഫീലിലോട്ട് പോവുകയും ചെയ്തു അല്ലേ. ശരിയാണ്, അവസാനത്തേക്ക് ഒരു താരാട്ട് നിമിഷങ്ങളാണ് കാണുന്നത്. പക്ഷെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഭയങ്കര ഒരു ഭയങ്കര ഒരു ലവ് അതിനകത്ത് കാണുന്നതിൽ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു കുടുംബത്തിൽ രണ്ടുപേര് പോലെ കുട്ടിത്വം ഭയങ്കര
നിഷ്കളങ്കത എല്ലാം അവിടെ കാണുന്നുണ്ട്. അടിപൊളിയാണ്. പ്രത്യേകിച്ച് വാലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വരികളും കൂടിയാണ് നമ്മളെ കുറച്ചുകൂടി കണക്ട് ആക്കുന്നത്. പിന്നെ ജാനകി മാമിന്റെ വോയിസും പ്ലസ് കമൽ സാറിന്റെ വോയിസും ഇതൊക്കെ പെർഫെക്റ്റ് കോംബോ ആയതുകൊണ്ട് തന്നെയാണ് ഇത് അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. വേറെ ഒരു വീഡിയോയിൽ കാണാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.